ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി വെള്ളയപ്പവും കൂടെ ഒരു സൂപ്പർ മുട്ടക്കറിയുമാണ് കാണിക്കുന്നത്. ഈസ്റ്റ്, സോഡ, അവില്, ചോറ് ഇതൊന്നുമില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ നമുക്കിത് നന്നായിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അരയ്ക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി 1.5 കപ്പ് പച്ചരിക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുന്നത് കൊണ്ട് പകുതി തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ബാച്ചിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഇത് അരച്ചെടുക്കുന്നത്, പകരം നമ്മളിതിലേക്ക് തേങ്ങാവെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങാവെള്ളം ചേർത്തിട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ ഈ മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ നല്ല സൂപ്പറായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ തേങ്ങാവെള്ളം ചേർക്കുന്നത് അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കുകയല്ല ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ തേങ്ങാവെള്ളം തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതി ഇതുപോലെയാണ്, കുറച്ച് തിക്കായിട്ട് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് തേങ്ങാവെള്ളം തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതിപ്പോൾ ഞാൻ ഇന്ന് പൊട്ടിച്ചെടുത്ത തേങ്ങയുടെ വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നിർബന്ധമായിട്ട് നമ്മളിത് അരിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ കരടൊക്കെ ഉണ്ടായിരിക്കും. ഈ കരട് അതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 ദിവസം ഞാനിത് പുറത്ത് തന്നെ ഇങ്ങനെ മൂടി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും. പിന്നീട് പൊട്ടിക്കുന്ന തേങ്ങയുടെ വെള്ളമൊക്കെ ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഇതുപോലെ ആയി കിട്ടും. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തേങ്ങാവെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് തേങ്ങാവെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അധികം തേങ്ങാവെള്ളം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചവെള്ളം ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കൂടി നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി. ഇത്രയും ലൂസിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടുന്നത്. ഇനി നമുക്കിത് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സവാളയുടെ പകുതി ഇതിലേക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം.
ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഒരു 3 ഏലക്കായ, ഗ്രാമ്പൂ, ഒരു 3 ചെറിയ പീസ് പട്ട ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1.5 സവാള, മീഡിയം സൈസിലുള്ള 1.5 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് ചേർക്കാം. ഒരു വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മല്ലി ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് നമ്മളിതിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് ചേർക്കുമ്പോൾ ഒരു നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഉണ്ടാവുക. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മുടെ ഇത് കിട്ടണം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാല് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മിക്സിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ നിന്നുള്ള ഈ പാല് മാത്രമാണ് ഞാനിതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോഴാണ് ആ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ലയിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ മാത്രമേ നമ്മളിത് വേവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ കറി ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സവാള വാട്ടിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഗ്രേവി കുറച്ചൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ആ മുട്ടയിലേക്ക് ആ ഗ്രേവിയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റോ സോഡയോ അവലോ യാതൊന്നും ആവശ്യമില്ല ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് തേങ്ങയും തേങ്ങാവെള്ളമൊക്കെ. അപ്പോൾ തേങ്ങാവെള്ളമൊന്നും കളയാതെ അത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മാവ് തയ്യാറായി കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ അപ്പമൊക്കെ ശരിയാവും, പിന്നീടുള്ളത് അത്രയ്ക്ക് പെർഫെക്റ്റായി കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിക്കുക. അതിനുശേഷം ഇങ്ങനെ ബബിൾസുകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് സമയമൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കണ്ടില്ലേ, സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കി അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസ്റ്റ്, സോഡ, ചോറ്, അവല് ഇതൊന്നും ചേർക്കാതെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പവും അതുപോലെ തന്നെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ
ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു. ബൈ.